ശ്രീനാഥ്, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ജനം സ്വയം സ്വീകരിക്കേണ്ട നടപടികൾ എന്തെല്ലാമാണ്? ഈ പ്രതിസന്ധി എന്തായാലും ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വന്നു. 500-ൻ്റെയും 1000-ൻ്റെ നോട്ടുകൾ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4000 രൂപ മാറ്റിയെടുക്കാൻ നെട്ടോട്ടം ഓടുന്നതിന് പകരം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെങ്കിലും ഈ അക്കൗണ്ടുകളിൽ അവരുടെ പൈസ നിക്ഷേപിക്കുക. കാരണം ഒരാഴ്ച 20,000 രൂപ വരെ വിഡ്രോ ചെയ്യാൻ ബാങ്കുകൾ സമ്മതിക്കുന്നുണ്ട്. ഒരു ദിവസം 10,000 രൂപ വരെ അവർക്ക് വിഡ്രോ ചെയ്യാം. ATM ഒരു നാളുകൾക്കുള്ളിൽ തന്നെ, ഇപ്പോൾ എത്ര നാളെന്നും പറയാൻ പറ്റില്ല, 1,00,000 രൂപയുടെ ഒരു 100 രൂപയുടെ നോട്ടുകളെല്ലാം ATM-ൽ നിറയ്ക്കുന്നുണ്ട്, 10 മിനിറ്റിനുള്ളിൽ അത് തീരുന്നുണ്ട്. ആ സ്ഥിതി കുറച്ച് നാൾ തുടരും. 2000-ൻ്റെ നോട്ട് നിറച്ചു കഴിഞ്ഞാലും ഈ ATM വഴിയും ഇപ്പോൾ അവർക്ക് 2000 രൂപ പിൻവലിക്കാനുള്ള ഒരു സാവകാശമുണ്ട്. എല്ലാ ദിവസവും അവർക്ക് പിൻവലിക്കാൻ പറ്റും. അപ്പോൾ ഈ പൈസ 4000 രൂപ ഇനി മാറ്റിയെടുക്കാൻ ബാങ്കുകളിലേക്ക് ഓടുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഒരു തവണ മാറ്റിയെടുത്തവർക്ക് ഇനി മാറ്റിയെടുക്കാൻ പാടില്ല എന്ന് ഓൾറെഡി നിയമം വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇതെല്ലാം അക്കൗണ്ടുകളിലേക്ക് അവരുടെ പണമെല്ലാം അടയ്ക്കുക. അക്കൗണ്ടുകളിലേക്ക് പണമെല്ലാം അടച്ച് ഇത് റിസർവ് ബാങ്ക് ചെസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ നോട്ടും റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പിട്ടിരിക്കുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റിയാണ്. നിങ്ങൾ ഈ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിസംബർ 30 വരെ ഈ നോട്ട് മാറിത്തരാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. കേന്ദ്ര സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ടാനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ബാങ്കുകൾ വന്ന് ചെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എത്ര നോട്ടുകൾ പിൻവലിച്ചു എന്നുള്ളതിനനുസരിച്ച് അവർക്ക് അടുത്ത നോട്ടുകൾ സർക്കുലേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. 500-ൻ്റെ ആയാലും 2000-ൻ്റെ ആയാലും ഈ പറയുന്ന 200-ൻ്റെ 400-ൻ്റെ ഒക്കെ അവർക്ക് ഡിസൈഡ് ചെയ്ത് സർക്കുലേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ കള്ളപ്പണം പൂഴ്ത്തി വെക്കുന്ന ആളുകളെ പുകച്ച് പുറത്തിയാടിക്കാനാണെന്നുള്ള ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെ പുറത്തിയാടിയിട്ടില്ല ആളുകൾ. ഈ പറയുന്ന ഈ ആളുകളുടെ കയ്യിലിരിക്കുന്ന പൈസ മുഴുവനും 85% കറൻസിയും ബാങ്കിങ് സിസ്റ്റത്തിലൂടെ കയറി ഇറങ്ങി വെളിയിലേക്ക് പോകണമെന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് പ്രാവർത്തികമായി നടപ്പിലാകണമെങ്കിൽ ജനങ്ങൾ ദയവ് ഇത് പാനിക് ആവാതെ ഈ ക്യൂകളിലൊന്നും പോയി നിന്ന് ഈ 4000 രൂപ മാറ്റിയെടുക്കുന്നതുകൊണ്ട് എത്ര നാൾ നമ്മൾ പോയി നിൽക്കും? പക്ഷേ നമുക്ക് ഇത്രയും ആളുകളല്ല പോയി നിൽക്കേണ്ടത്, ഇത് ആവശ്യമുള്ളവരാണല്ലോ. അതെ, ആവശ്യമുള്ളവരാണ് പോയി നിൽക്കേണ്ടത്. ഇപ്പോൾ പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യമുള്ളവർ മാത്രമല്ല, ആ 4000-ഉം 8000-ഉം ഒക്കെ മാറ്റിയെടുത്ത് കരുതൽ ശേഖരം വെക്കുന്നവർ വരെ ഇതിനകത്തുണ്ട്. അതെ അതെ അതെ, തീർച്ചയായും. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി സംസ്ഥാനത്തെ അവസ്ഥ പരിശോധിച്ചാൽ ചരക്ക് നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിന്നിരിക്കുന്ന അവസ്ഥയുണ്ട്. വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ കൂടുതൽ പാനിക് ആക്കാതെ ഈ പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമായ ഒരു തരത്തിലേക്ക് എത്തിക്കാതെ പരിഹരിക്കാൻ എന്താണ് മാർഗം? ഹസൻ, ഇവിടെ ഈ വിഷയത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത് പൊളിറ്റിക്കലി ഒരു സക്സസ്ഫുൾ ആക്ടിവിറ്റി അല്ല, എക്കണോമിക്കലി അങ്ങേയറ്റം ഒരു ഫെയിലിയറായ ഇതാണെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് us വെരി ഡിയർലി. യാതൊരു സംശയവും വേണ്ട. എക്കണോമിക്കലി അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ശ്രീ ജോർജ് കുര്യൻ്റെ അവസരത്തിലേക്ക് പോയിക്കോട്ടെ. ശ്രീ ജോർജ് കുര്യൻ, ഈ വസ്തുതകൾ തുറന്നു പറയണം. ഒപ്പം ഈ ഇത് പരാജയമാണെങ്കിൽ അത് സമ്മതിച്ചുകൊണ്ട് ആ കുറ്റമേറ്റു പറയണം, ആ തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞത് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ചേതൻ ഭഗത്തും ഗോവിന്ദാചാര്യയെ പോലെയുള്ളവരുമാണ്. ആ നിലയ്ക്ക് ഒന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ഡിസംബർ 30-ന് ശേഷം നമ്മളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുമല്ലോ, അന്ന് നമുക്ക് വിലയിരുത്താം. ഇപ്പോഴേ എന്തിനാണ് ഇത് ജനങ്ങളെ ഇളക്കാൻ നോക്കുന്നത്? ഡിസംബർ മന്ത്രി പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് ഞാൻ പിന്തുണയ്ക്കുന്നു. ഡിസംബർ 30-ന് ശേഷം ഇത് വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ ഈ കാര്യങ്ങൾ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. ഡിസംബർ 30-ന് ശേഷം നമ്മളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. വളരെ നന്ദി ശ്രീ ജോർജ് കുര്യൻ, ശ്രീ വി എസ് സുനിൽകുമാർ, ഡോക്ടർ മാത്യു കുഴൽനാടൻ, ശ്രീനാഥ് ഈ ചർച്ചയിൽ പങ്കെടുത്തു.